എല്ലാവർക്കും നമസ്കാരം. RCM അംബിയ ഗ്രൂപ്പ് ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സുരേഷ്, നോർത്ത് പറവൂർ കൈതാരം സ്വദേശി. ഞാൻ ഇന്ന് RCMൻ്റെ ആട്ടയെക്കുറിച്ചാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. RCMൻ്റെ ആട്ട തവിട് കളയാതെ ഇടിച്ച് പൊടിച്ച് ഫോർട്ടിഫൈ ചെയ്ത് പ്രിസർവേറ്റീവ് ചേർക്കാതെ കിട്ടുന്ന ഒരു ആട്ടയാണ്. ഇളം തവിട് നിറമുള്ളതും ഏറെ സ്വാദിഷ്ടമുള്ളതാണ്. അയേണും ഫോളിക് ആസിഡും ചേർത്ത് ഫോർട്ടിഫൈ ചെയ്തിരിക്കുന്നതിനാൽ ഈ ആട്ട രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ തന്നെ വളർച്ച അകറ്റാനും ദഹനത്തെ ത്വരിതപ്പെടുത്തുവാനും സഹായിക്കുന്നു. ഇടിച്ചു പൊടിച്ച് എടുക്കുന്നതിനാൽ ആട്ട ചൂടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനകത്തെ ഫൈബർ കണ്ടൻറ്റും പോഷകഘടകങ്ങളും നഷ്ടപ്പെടുന്നില്ല. ഈ തവിട് നിറമുള്ളതിനാൽ ചപ്പാത്തി മൃദുവും നല്ല ദഹനത്തെയും നല്ലപോലെ ദഹിക്കുന്നതും ആണ്. അപ്പോൾ ഈ ആട്ട എല്ലാവരും വാങ്ങി ഉപയോഗിക്കുക. RCMൻ്റെ എല്ലാ ഷോറൂമുകളിലും ലഭിക്കും. പുറമേ കിട്ടുന്ന ആട്ടയേക്കാളും വില കുറവാണ്. ഈ ആട്ട ഉപയോഗിച്ച് തിരൂര് ഒരു മാഡം നല്ല അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കിയിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു ചപ്പാത്തി. ഞാൻ കഴിച്ചു. അപ്പോൾ ഞാൻ ആ ചപ്പാത്തിയെക്കുറിച്ചൊന്ന് അറിയാനായിട്ട് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമുക്കതൊന്ന് കാണാം. ഓക്കെ. കൂടാതെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല കമൻറ്റുകൾ എഴുതുക. പുതിയ പുതിയ പ്രൊഡക്റ്റുകളുമായിട്ട് വീണ്ടും വരും. കൂടാതെ എൻ്റെ ഈ RCMലൊരു കൺസ്യൂമർ നമ്പർ എടുത്തു കഴിഞ്ഞാൽ വിലക്കുറവ് കിട്ടും. അത് ഉപയോഗത്തിലൂടെ വരുമാനം കിട്ടും, നല്ല ആരോഗ്യം കിട്ടും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ RCM അസോസിയേറ്റ് ചെയ്യുക. എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല. ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണുന്ന പോസ്റ്ററിൽ കൺസ്യൂമർ നമ്പർ എടുക്കുന്ന വിവരങ്ങളെല്ലാം ഉണ്ട്. അത് നോട്ട് ചെയ്തിട്ട് വാട്സപ്പിലേക്ക് അയച്ചു തരിക, എന്നെ വിളിക്കുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഞാൻ നിരന്തരം തന്നുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും അടുത്ത ദിവസം കാണാം. നമസ്കാരം. ഞാനിന്ന് തിരൂര് ആണ് നിൽക്കുന്നത്. RCMൻ്റെ ഒരു ഹോം മീറ്റിങ്ങുമായിട്ട് തിരൂരെത്തിയതാണ്. മുഹമ്മദ് അലി സാറിൻ്റെ വീട്ടിലാണ് വന്നത്. അപ്പോൾ ഇവിടെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ മാഡത്തെ ഞങ്ങൾ പരിചയപ്പെട്ടു. ഫാത്തിമ മാഡം ചപ്പാത്തി ഉണ്ടാക്കി. അപ്പോൾ രാവിലെ ഞങ്ങൾ മീറ്റിങ്ങിനായിട്ട് ഇവിടെ വന്നപ്പോൾ വെളുപ്പിന് 5:30 എറണാകുളത്ത് നിന്ന് ഞങ്ങൾ മലപ്പുറം തിരൂര് എത്തി. ഇവിടെ ഒരു 9:30 മണിയായപ്പോൾ എത്തിയപ്പോൾ മാഡം ഞങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കി തന്നു. ആ ചപ്പാത്തി കഴിച്ചപ്പോൾ ഇതുവരെ കഴിക്കാത്ത രീതിയിലുള്ളൊരു ചപ്പാത്തി. അപ്പോൾ ഇതിനകത്ത് എന്താ ചേർത്തേക്കണേ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല. RCMൻ്റെ ഗോതമ്പ് പൊടി ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിലും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചപ്പാത്തി. ഈ ചപ്പാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്മൂത്താണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് മാഡത്തിനോട് ചോദിക്കാം. മാഡം, ഈ ചപ്പാത്തി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത്? അത് ഞാൻ കുറച്ച് വെള്ളം വെച്ച് പൊടിൻ്റെ ഒരു ഏകദേശം അളവിന് നമ്മൾ കുറച്ച് വെള്ളം വെക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അത് തിളച്ച് വരുമ്പോൾ ഈ മാവ് കൂടുക. മാവ് ഇട്ടതിന് ശേഷം നല്ല ഇളക്കി വേവിച്ച് ഒന്ന് നല്ല വാട്ടിയെടുത്തതിന് ശേഷം പത്തിൽ നല്ല ചാമ്പിയിട്ട് പിന്നെ പരത്ത ചപ്പാത്തി പോലെ പരത്തുക. എന്നിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയി കിട്ടും. പിന്നെ ഇത് സോഫ്റ്റ് വേണ്ടാത്തവർക്ക് ഇത് പിന്നെ മാവൊരു പാത്രത്തിലിട്ടിട്ട് തിളച്ച വെള്ളം ഉപ്പിട്ട് ഇങ്ങനെ ഒഴിച്ച് ഇളക്കി വേവിക്കാതെ എടുത്താൽ നമ്മളെ കുറച്ച് ഉരത്തിലുള്ളതും കിട്ടും. അപ്പം അങ്ങനെ 2 വിധത്തിൽ ഇത് ഉണ്ടാക്കാം. നല്ല ചപ്പാത്തി പൊടിയാണ്. ഞങ്ങളിത് സ്ഥിരമായിട്ട് ഈ RCMൻ്റെ ഈ പൊടിയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇത് സ്ഥിരമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നതാണ്. എനിക്കിത് നല്ല ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. വീട്ടിൽ എല്ലാവരും ഈ ആട്ടപ്പൊടിയാണ് ഉപയോഗിക്കാറ്. RCMൻ്റെ ഗോതമ്പ് പൊടിയെക്കുറിച്ച് മാഡം പറഞ്ഞത് എത്ര രസകരമായിരുന്നു നോക്കി. വളരെ നല്ല ഗോതമ്പ് പൊടിയാണ്. ഞങ്ങൾ കിട്ടില്ല, വേറെ ആരെങ്കിലും കിട്ടി കൊടുന്നാൽ ഞാൻ ആ പൊടികളൊന്നും യൂസ് ചെയ്യുന്നില്ല. എനിക്കിഷ്ടമല്ല. ആ പൊടികളൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ ഏറ്റവും ടേസ്റ്റ് ഉള്ള പൊടി എനിക്ക് RCMത്തെ പൊടിയാണ്. ഇത് ഞാൻ സത്യമാണ്. ഇത് ഞാൻ ഈ RCMലെ പൊടിക്ക് നല്ല ഇഷ്ടമാണ്. അതാണ് ഞാനിത് സ്ഥിരമായിട്ട് രാത്രി ചപ്പാത്തി കഴിക്കണതാണ്.
അപ്പോൾ ഇതന്നെയാണ് ഞാൻ കഴിക്കാറ്. ഓക്കെ, അടിപൊളി. അപ്പൊ നല്ലൊരു അഭിപ്രായമാണ് RCMന്റെ ഗോതമ്പൊടിയൊക്കെ. എല്ലാവരും ഇത് 100% സത്യമാണ്. നല്ല പൊടിയാണ് RCMന്റെ ആട്ടപ്പൊടി. ഞങ്ങൾ ഉപയോഗിച്ചോളാം. ഞങ്ങൾ ഒരുപാട് കാലമായി ഇത് ഉപയോഗിക്കണ്. ഞങ്ങൾ ഒരുപാട് കാലമായി ഈ RCMത്തെ ഇതുമായിട്ട് മുന്നോട്ട് പോകണം. എല്ലാവരും ഒരുപാട് ഈ തവിടെണ്ണ സ്ഥിരമായിട്ട് ഞങ്ങൾ ഒരു 8 വർഷത്തിലധികമായിട്ടുണ്ടാവും, 10 വർഷത്തോളം ആയിട്ടുണ്ടാവും ഞങ്ങൾ. പിന്നെ ഈ തവിടെണ്ണ മാത്രമായിട്ട് കഴിഞ്ഞു. ഇവിടെ വെളിച്ചെണ്ണ വാങ്ങാറില്ല. സ്ഥിരമായിട്ട് ഞങ്ങൾ തവിടെണ്ണ ഉപയോഗിക്കണം. RCMന്റെ സോപ്പാണ്, എല്ലാ സാധനങ്ങളും RCMലാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഇതുവരെ ഇല്ല. അപ്പൊ RCMന്റെ ഉൽപ്പന്നങ്ങളാണ് മാഡം ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ വളരെ നല്ല അഭിപ്രായമാണ്. ഈ അടുത്ത കാലത്താണ് ഞങ്ങൾ അംബിയ ഗ്രൂപ്പ് മുഹമ്മദ് അലി സാറുമായിട്ട് ഒരു കണക്ഷൻ വന്നത്, കഴിഞ്ഞ 3 മാസമായിട്ട്. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഒരു RCMന്റെ സേവാ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 3 മാസമായിട്ട് ഒരു വലിയ കൺസ്യൂമർ ഗ്രൂപ്പിനെ തന്നെ ഇവിടെ ഇപ്പോൾ ക്രിയേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ചപ്പാത്തിയെക്കുറിച്ച് വളരെ നിങ്ങൾക്ക് മനസ്സിലായി. നൂഡിൽസ് ഒക്കെ നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ്. നൂഡിൽസും എല്ലാം നല്ലതാണെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് തവിടെണ്ണ കഴിക്കേണ്ട മുമ്പൊക്കെ ഇത് നല്ല ഉണ്ടായിരുന്നാണ്. ഇപ്പൊ തവിടെണ്ണ തന്നെ യൂസ് ചെയ്യുന്ന ശേഷം കൊളസ്ട്രോൾ വളരെ കുറവാണ്. ഒരുപാട് ഉണ്ടായിരുന്നാണ്. ഒരുപാട് 50, 65 ഒക്കെ കൂടുതലുള്ളത് ഇപ്പൊ 14, 4 ഒക്കെ ഉള്ളു കൂടുതലായിട്ടുള്ളത്. എല്ലാത്തിലും കുറവാണ്. വളരെ നല്ല വിവരങ്ങൾ, ഞങ്ങൾക്ക് നല്ല അഭിപ്രായങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഞങ്ങള് അതാണ് യൂസ് ചെയ്യല്. ആൾക്കാർക്കും കുഴപ്പങ്ങളൊന്നും കഴിച്ചിട്ടില്ല. എല്ലാവരും RCMലേക്ക് വരിക. മാഡം നമ്മുടെ ചാനലിൽ വന്ന് ഇത്ര അഭിപ്രായങ്ങൾ, നല്ല വിവരങ്ങളും പറഞ്ഞു തന്നതിന് ഒരുപാട് RCM എല്ലാവരും ഉയർച്ചയിൽ എത്തിക്കുക. ഓക്കെ മാഡം.